ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു ഗിയർ മോട്ടോർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ടോയ് കാർ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഗിയർ മോട്ടോർ. ഈ ഗിയർ മോട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ഈ രണ്ട് വൈറ്റ് ഷാഫ്റ്റുകൾ സെയിം ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് റൊട്ടേഷൻ ചെയ്യാൻ കാരണം ഇതിനുള്ളിലെ ഗിയർ മെക്കാനിസം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗിയർ മോട്ടോർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ഈ കാർ ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്ന സാധനങ്ങളാണ് ഈ ടയറുകൾ. ഇത് 4 ടയറുകളുണ്ട്. അതുപോലെ തന്നെ ഗിയർ മോട്ടർ, പിന്നെ വരുന്നത് ഒരു 12 വോൾട്ട് ബാറ്ററി, പിന്നെ ഒരു സ്വിച്ച്, പിന്നെ ഒരു കണക്ടർ, ബാറ്ററി കണക്ടർ ആണിത്. ഇത്രയും സാധനങ്ങളായാൽ നമുക്ക് ഈ കാർ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഗിയർ മോട്ടറിന്റെ 2 വൈറ്റ് ഷാഫ്റ്റിലേക്ക് ഈ 2 വലിയ ടയറുകൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഗിയർ മോട്ടറിന്റെ 2 വൈറ്റ് ഷാഫ്റ്റിലേക്ക് ഈ 2 ടയറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് വീല് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സിലിണ്ടർ ഷേപ്പുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഈ ഫ്രണ്ട് വീലിന്റെ ഷാഫ്റ്റ് കടത്തി വിടുക. അതിനുശേഷം ഈ ഷാഫ്റ്റിന്റെ 2 അറ്റത്തും നമ്മൾ എടുത്തു വെച്ച ഈ 2 ടയറുകൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരിട്ടിട്ട് ഗിയർ മോട്ടറായിട്ട് ഫിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗിയർ മോട്ടറിന് ആവശ്യമായ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 12 വോൾട്ട് ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഈ സ്വിച്ച്. അതായത് ഈ പവർ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ബാറ്ററി കണക്ടർ ആണ്. ഈ ബാറ്ററി കണക്ടർ നമ്മൾ ഈ 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് വയർ സ്വിച്ചിന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കാൻ പോവാണ്. കണക്ടറിന്റെ ഒരു വയർ സ്വിച്ചിന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വയർ ഉപയോഗിച്ചിട്ട് സ്വിച്ചിന്റെ അടിയിലത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാണ്. ആ വയറിന്റെ ഒരു അറ്റം നമ്മൾ മോട്ടറിലെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കാൻ പോവാണ്. ഈ കണക്ടറിന്റെ അടുത്ത വയർ നമ്മൾ നേരിട്ടിട്ട് മോട്ടറിന്റെ അടുത്ത ടെർമിനലിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബാറ്ററിയും സ്വിച്ചും മോട്ടറും ആയിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടു കൂടി ഈ ബാറ്ററിയും സ്വിച്ചൊക്കെ ഈ ഗിയർ മോട്ടറിന്റെ മുകളിൽ ഒരു അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഗിയർ മോട്ടറിന്റെ മുകളിൽ ബാറ്ററിന്റെ മുകളിൽ സ്വിച്ചും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് റൺ ചെയ്യാം.